എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഒരു സൂപ്പർ പവറിനെക്കുറിച്ച്, അതായത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തുടങ്ങാമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ആർക്കും കാണാൻ പറ്റാത്ത ഒരു ഷീൽഡ്, ഒരു കവചം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? സത്യത്തിൽ അങ്ങനെയൊന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയൊരു കവചം തരുന്നുണ്ട്. അതാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിനെ വെറുതെയല്ല ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നൊക്കെ വിളിക്കുന്നത്. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ അവകാശങ്ങൾ. അപ്പോൾ നമുക്കിപ്പോൾ എത്ര മൗലികാവകാശങ്ങളുണ്ട്? ആകെ 6 ഈ നമ്പർ ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇന്ന് നമ്മൾ ഇതിലെ ആദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരെണ്ണത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. ഈ പറയുന്ന എല്ലാ അവകാശങ്ങളും നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3ലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ശരി, ഈ 6 അവകാശങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുൻപ് ഇതിനെല്ലാം ഒരു ബേസ്മെന്റ് പോലെ, ഒരു അടിത്തറ പോലെ നിൽക്കുന്ന 2 ആർട്ടിക്കിൾസ് ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തേത് ആർട്ടിക്കിൾ 12. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. അതായത് ഈ അവകാശങ്ങളൊക്കെ നമുക്ക് ആർക്കെതിരെയാണ് പ്രൊട്ടക്ഷൻ തരുന്നത്? സിംപിളായി പറഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, പഞ്ചായത്ത് പോലുള്ള ലോക്കൽ ബോഡികൾ, LIC, ONGC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 12 ആർക്കെതിരെയാണ് സംരക്ഷണം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 13. ഇതിനെ നമുക്കൊരു സൂപ്പർ പവറുള്ള ഫിൽട്ടറായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നല്ലേ? ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അത് ഈ ആർട്ടിക്കിൾ 13 എന്ന ഫിൽട്ടറിലൂടെ കടന്നുപോകണം. ഇനി ആ നിയമം നമ്മുടെ ഏതെങ്കിലും മൗലികാവകാശങ്ങളെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതിക്ക് നേരെ വന്ന് പറയാം, ഈ നിയമം ശരിയല്ല, ഇത് അസാധുവാണോന്ന്. ഈ ഒരു അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുള്ളായൊരു സംഗതിയാണിത്. ഓക്കെ, അപ്പോൾ ആ ബേസിക്സ് ക്ലിയറായി. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശത്തിലേക്ക് കടക്കാം, സമത്വത്തിനുള്ള അവകാശം. ഈ ഒരൊറ്റ അവകാശം, അതായത് സമത്വം, അതിനെക്കുറിച്ച് മാത്രം 5 ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇത് 5ഉം കൂടി ഓർത്തു വയ്ക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? പക്ഷെ പേടിക്കേണ്ട, അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇതാണ് ആ കോഡ് വേർഡ്, ലോ ഡൗട്ട്. സംശയം എന്നർത്ഥം വരുന്ന ഡൗട്ടല്ല, ശ്രദ്ധിക്കണം. ഇതിലെ ഓരോ അക്ഷരവും ഓരോ ആർട്ടിക്കിളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ആദ്യം ലോ, അത് ആർട്ടിക്കിൾ 14 ആണ്. നിയമത്തിനു മുന്നിലെ സമത്വം. ഇതിന് ശരിക്കും 2 വശങ്ങളുണ്ട്. ഒന്ന്, ഈക്വാലിറ്റി ബിഫോർ ലോ. ഇത് ബ്രിട്ടനിൽ നിന്ന് നമ്മളെടുത്തൊരു ആശയമാണ്. സിമ്പിളായി പറഞ്ഞാൽ നിയമത്തിന് മുകളിൽ ഒരു പറവയും പറക്കില്ല. രണ്ടാമത്തേത്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. ഇത് അമേരിക്കൻ കോൺസെപ്റ്റാണ്. അതായത് ഒരേപോലെയുള്ള സാഹചര്യത്തിലുള്ളവരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. ഈ 2ഉം കൂടി ചേരുമ്പോഴാണ് ആർട്ടിക്കിൾ 14 കംപ്ലീറ്റ് ആവുന്നത്. അടുത്തത് നമ്മുടെ കോഡിലെ ഡി ഫോർ ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെയുള്ള ആർട്ടിക്കിൾ 15. മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം, ഈ 5 കാര്യങ്ങളുടെ പേരിൽ സ്റ്റേറ്റിന് ഒരു പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ല. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ഭാഷയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഇനി വരുന്നത് ഓപ്പർച്യൂണിറ്റി, അതായത് അവസര സമത്വം. ഇത് ആർട്ടിക്കിൾ 16 ആണ്. ഇത് പ്രധാനമായും സർക്കാർ ജോലികളിലെ അവസര സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ ആർട്ടിക്കിൾ 15 പറഞ്ഞ 5 കാരണങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂടെ 2 കാര്യങ്ങൾ കൂടി ഇവിടെ വരും. വംശപരമ്പരയും ഡിസെന്റ്, താമസസ്ഥലവും റെസിഡൻസ്. ഈ കാരണങ്ങൾ പറഞ്ഞും സർക്കാർ ജോലിയിൽ വിവേചനം പാടില്ല. അടുത്തത് യു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യു ഫോർ അൺടച്ചബിലിറ്റി, അയിത്തം. ആർട്ടിക്കിൾ 17 അയിത്തം പൂർണ്ണമായി നിരോധിക്കുന്നു. അത് ഏതു രൂപത്തിലായാലും ശരി, അതൊരു ശിക്ഷാർഹമായ കുറ്റമാണ്. നോ കോംപ്രമൈസ്. നമ്മുടെ കോഡിലെ അവസാന അക്ഷരം ടി ഫോർ ടൈറ്റിൽസ്, അതായത് സ്ഥാനപ്പേരുകൾ. ആർട്ടിക്കിൾ 18 പണ്ടത്തെ രാജ, ദിവാൻ, സർ പോലുള്ള പാരമ്പര്യമായി കിട്ടുന്ന സ്ഥാനപ്പേരുകളെ എല്ലാം എടുത്തുകളഞ്ഞു. പക്ഷേ മിലിറ്ററിയിലോ വിദ്യാഭ്യാസത്തിലോ കിട്ടുന്ന ഡോക്ടറേറ്റ് പോലുള്ള ടൈറ്റിൽസ് ഉപയോഗിക്കാം. അതുപോലെ ഭാരതരത്നം, പത്മശ്രീ പോലുള്ള അവാർഡുകൾ കിട്ടിയാൽ അത് പേരിൻ്റെ കൂടെ ഒരു സ്ഥാനപ്പേര് പോലെ ചേർക്കാൻ പാടില്ല എന്നു നിയമമുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ കടലാസിൽ ഇങ്ങനെയുണ്ട്. പക്ഷെ പ്രായോഗികമായി എന്ത് സംഭവിക്കും? കാലത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇനി ആരെങ്കിലും നമ്മുടെ അവകാശങ്ങളെ ലംഘിച്ചാൽ എന്തു ചെയ്യും? ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സ്വത്തവകാശം.
പണ്ട്, അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു. പക്ഷേ 1978-ൽ 44ാമത്തെ ഭേദഗതിയിലൂടെ അതിനെ മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്നും മാറ്റി. ഇന്ന് അതൊരു നിയമപരമായ അവകാശം മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഭരണഘടന ഒരു കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആരെങ്കിലും ലംഘിച്ചാൽ എന്തു ചെയ്യും? നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതിയിൽ പോകാം. അതിനുള്ള അധികാരം തരുന്ന ആർട്ടിക്കിളാണ് 32. വെറുതെയല്ല ഡോക്ടർ BR അംബേദ്കർ ഇതിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്. ഈയൊരു ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ള അവകാശങ്ങൾക്കൊക്കെ എന്ത് വിലയാണുള്ളത്, അല്ലേ? അപ്പോൾ ഭരണഘടന കടലാസിൽ നമുക്ക് സമത്വം ഉറപ്പു തരുന്നു. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ഓരോ ദിവസത്തിലും ഈ വാഗ്ദാനം എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നുണ്ട്? അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്.